അയ്യോ അയ്യോ 10 പേരിലുണ്ട് 10 എണ്ണം എടുക്കാം. അങ്ങനെ ഒരു എളുപ്പ പണിയൊന്നും നോക്കരുത്. 10 പേരിലുണ്ട്, പക്ഷെ അതുകൊണ്ട് 10 എണ്ണം എടുക്കാൻ പറ്റുമോ നമുക്ക്? പറ്റിയല്ല. പക്ഷേ ചേച്ചി വരുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ ശ്രമിച്ചതാ. അല്ല, വൃത്തി എന്ന് പറഞ്ഞാൽ എന്റെ കാര്യമുണ്ട്. അതായത് പണ്ടുള്ള അമ്മമാര് പറയും, നമ്മുടെ ഒരു സ്ത്രീകൾ പെരുമാറുന്ന വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അതിന്റെ ഐശ്വര്യം അറിയണമെങ്കിൽ 2 സ്ഥലം കണ്ടാൽ മതി. ഒന്ന് അടുക്കള, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം. സത്യം പറയാ, ചിലർ കണ്ടിട്ടില്ലയോ, തേച്ചു ചകിരി ജന്നല് വെച്ചു, വേറെ പിറ്റേ ദിവസം കുറച്ച് ചകിരി എടുത്തു ഇങ്ങോട്ടിട്ടു, ആകെ മൊത്തമില്ല പറമ്പിനകത്ത് നിന്ന് കുളിക്കുന്ന എഫക്റ്റ് ആവണം. സത്യം. മറ്റേ എല്ലാവരും അങ്ങനെയല്ല, കുളി കഴിഞ്ഞാൽ സോപ്പ് വെക്കേണ്ടടുത്ത് സോപ്പ് വെച്ചു, അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അതാ അതുപോലെ അടുക്കള തെക്ക് വടക്ക് വലിച്ചു അത് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം. തെക്ക് വടക്ക് ഇങ്ങനെ കിടക്കും. എന്താ രാവിലെ നമ്മള് കൂട്ടാൻ വെച്ചില്ലേ ചേച്ചി, അതിന്റെ ബാക്കി കടുക്, അയ്യോ കടുകിട്ടത് മാത്രം എന്ത്, അല്ലാതെ എടുത്തെത്തി കൂടിപ്പോയി, അപ്പൊ അവിടെ ഇരിക്കട്ടെ നാളെടുക്കാം. ഇങ്ങനത്തെ ഉത്തരം പറിച്ചില്ല. അതെ, ഇത് പക്ഷെ എന്നെ ഒന്നും പറയരുത്, ഞാൻ ചെയ്തു വെച്ചേക്കുമായിരുന്നു. ഈ 5 പേരിൽ നിന്നില്ല ഈ പാത്രം. സത്യം. ഇപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയുവാ, ചേച്ചി ഞാൻ ഇതുവരെ ചേച്ചിയെ പറ്റി ആരാ എന്റെ ആനീസ് കിച്ചണിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, എന്തുവാ ഒരു ചേച്ചിയായിട്ടാണോ ഒരു അമ്മയായിട്ടാണോ ഒരു എന്താ പറയാ ഒരു അമ്മ. ഇദ്ദേഹത്തിനെ വളരെ കൊച്ചിലെ എനിക്ക് അറിയാം, ഇത് മോള് പോലെ. സത്യം, എനിക്ക് ഒരു അമ്മയെ പോലെ തന്നെ കേട്ടോ. കഴിഞ്ഞ സീസണിൽ ചേച്ചി വന്നപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഞാൻ എന്റെ മൂത്ത മോനെ പ്രസവിച്ച് കിടന്നപ്പോ ഒരമ്മയെ പോലെ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. അമ്മയെ പോലെ വന്ന് എന്നെ അന്വേഷിച്ചപ്പോ എനിക്ക് ശരിക്കും ഞാൻ ഒരു 5 സെക്കൻഡ്സ് ഒരു ആശ്ചര്യത്തോടുകൂടി ഈ അമ്മയെ നോക്കി. പക്ഷെ ഇപ്പൊ ഈ മോളെ കാണാൻ കിട്ടുന്നില്ല, അമ്മയെക്കാട്ടി തിരക്കാ, ഭയങ്കര തിരക്കാ. ഭാര്യയെ ഭർത്താവ് വീട്ടിലേ ഇല്ല, വിളിക്കുമ്പോഴൊന്നും വീട്ടിലില്ല, തിരക്കോട് തിരക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനും ഉപദ്രവിക്കാറില്ല. ഈശ്വര, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഈ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് പുറകെ വരുന്നത് അള്ള എന്തിനാണോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുകയല്ല. പക്ഷെ ചേച്ചി എപ്പോഴും ഞങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചേച്ചിയാണ്, ഒരു അമ്മയാണ്, എല്ലാം നിറഞ്ഞ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇപ്പൊ എൻട്രി പോലും നോക്കൂ അടുക്കള വശത്തൂടെയാണ് വന്നേ. ഒരു സ്വാതന്ത്ര്യം അത് ചേച്ചിക്ക് മാത്രമല്ല. ഈ അടുക്കള ഒന്ന് നോക്കിയിട്ട് വരിക എന്ന് പറയുമ്പോ അറിയാം നമുക്ക് ഈ ആളിന്റെ വൃത്തി. പക്ഷെ കണ്ടോ, ഞാൻ വിചാരിച്ചു ആ സ്വാതന്ത്ര്യമാണ്. ഇത് പലത് ചിന്തിച്ചാ ഈ അടുക്കളയിലോട്ട് കയറി വഴി വരുമ്പോ അറിയാൻ പറ്റും ആ വെക്കുന്ന ആളിന്റെ ഐശ്വര്യം, വൃത്തി, കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പം എന്നാ പിന്നെ എന്നെ ഒന്ന് പറഞ്ഞേ, അടുക്കള വൃത്തി ഉണ്ടല്ലോ അല്ലേ? അടുപ്പത്തെ ഒരു ചിക്കൻ കറി. എന്റെ തമ്പുരാനെ, ഇല്ല വേവുന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്കൊന്ന് നോക്കണം, എന്തായാലും ഒന്ന് നോക്കട്ടെ അതിന്റെ മണവും ഗുണമൊക്കെ. കൊള്ളാമെന്നാണ് എന്റെ ഒരു നിഗമനം, ആയിട്ട് പറയാം. മല്ലിക ചേച്ചി ആയതുകൊണ്ട് ഉള്ളത് പച്ചയ്ക്ക് അങ്ങ് പറയും, ഉള്ള നേര് പറയാമല്ലോ. പക്ഷെ ഈ ഒരു തട്ടിപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. ഉള്ളതുപോലെ സത്യസന്ധമായിട്ട്. ഞാനിങ്ങനെ വരുന്ന വഴി 1-2 സംഭവങ്ങൾ ഇങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നപ്പോ ഞാൻ കേട്ട് മോള് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇപ്പൊ തുറക്കണ്ട, ഞാൻ കേറിക്കൊള്ളാം സമയമാകുമ്പോ എന്നൊക്കെ പറഞ്ഞു. കാരണം 2 കാര്യങ്ങളും വളരെ സത്യമാണ്. നമുക്കിപ്പോ ജോലിക്കാരോട് തർക്കിക്കാൻ വയ്യ. ഇപ്പൊ മോള് കുറച്ചു മുമ്പ് ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് ഉള്ളി കൂട്ടിയിട്ടാല് കൊഴുക്കുമെന്ന വിചാരം അല്ല, മധുരം കൂടത്തുള്ളൂ. 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ ഇതേ കാര്യത്തിന് ഞാൻ ചോദിച്ചു, ഇതെന്തുവാ ഭയങ്കര മധുരം, അയ്യോ എനിക്ക് ഇച്ചിരി ഡയബറ്റീസും ഒക്കെ ഉണ്ട്, പഞ്ചസാര ഇട്ടു. ഇല്ല, പിന്നെന്താ ഇങ്ങനെ ഭയങ്കര ഒരു മധുരം? അതെ, ഞാൻ ഉള്ളി ഒരു 3-4 ഇട്ട്, അല്ല ഉള്ളി നല്ല അങ്ങനല്ല, ഒന്നും ഇട്ടില്ല. ശരി, ഇതെന്തോ ഉള്ളിത്തോരനകത്ത് മുട്ടയുടെ വെള്ളം ഇട്ടതുപോലെ ആയിപ്പോലെ, എന്തോ അമ്മച്ചി നിങ്ങൾ ചെയ്തത്? 2-3 ഉള്ളി കൂട്ടിയിട്ടു, നല്ലതല്ലേ വെള്ളം, നല്ല നമ്മളെ ആരോഗ്യം പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് എരിശ്ശേരിക്ക്, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇച്ചിരി ജീരകവും 2 അല്ലി വെളുത്തുള്ളിയൊക്കെ അരച്ച പിറ്റേ ദിവസം വെക്കാൻ പറയാം. അമ്മ ഇത് ജീരകം വെളുത്തുള്ളി തരും. അയ്യോ മറന്നു പോയി കേട്ടാ, നമുക്ക് ശീലമില്ലാത്തോണ്ടേ എന്ത് രസാ ചേച്ചി, സത്യാണ്. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്റെ അടുക്കളയെ പറ്റി നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്, നല്ല വൃത്തി, ഐശ്വര്യമുണ്ട്, ആളിനെ കണ്ടാലും അത്രയും വേണ്ട തമ്പുരാന്. പക്ഷെ അടുക്കളയെ മാത്രമേ ഞാൻ നിർത്തിയുള്ളൂ. പക്ഷെ എന്റെ വീട് മൊത്തം ഒന്ന് കാണണ്ടായോ? പിന്നെ അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യണം, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. അപ്പൊ ഞാൻ ഈ ബാക്കിയും കൂടെ ഒന്ന് ഒതുക്കി വെച്ച് വരാം. അപ്പൊ നമ്മുടെ അയ്യോ വേണ്ട ഞാൻ ചെയ്തോളാം. അപ്പൊ ചിക്കൻ കറിയും വേവും, നമ്മുടെ വർത്തമാനത്തിനിടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, വരണം.